ഹലോ, ഗുഡ് മോർണിംഗ്. രാജീവ് മാഷ്. ഇപ്പം നമ്മൾ പറഞ്ഞ മോട്ടിവേഷൻ്റെ ഒരു മൂന്നാമത്തെ പാർട്ടാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ ഒരു ദൈർഘ്യമുള്ള കഥയാണ് പറയാം. അപ്പോൾ ഒരു മനുഷ്യൻ പറക്കുമ്പോൾ അവന് ദൈവം 5 വർഷം ആയുസ് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ 5 വയസ്സ് കഴിയുന്ന സമയത്ത് അവൻ ഒരു കുരങ്ങിൻ്റെ അടുത്ത് പോയി കുരങ്ങിനോട് പറഞ്ഞു, നിന്റെ ആയുസിൻ്റെ ഒരു ഭാഗം എനിക്ക് തരണം. അങ്ങനെ കുരങ്ങ് 5 വർഷം കൊടുത്തു. അപ്പോൾ 10 വയസ്സായി. അപ്പോൾ ഈ 10 വയസ്സാവുന്ന സമയത്ത് നമ്മളൊരു പയ്യൻ്റെ അടുത്ത് നമ്മൾ അവരുടെ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയുന്ന ഒരു സമയമാണ്. കാരണം എന്തുകൊണ്ട്? അവൻ്റെ സ്വഭാവം കുരങ്ങിൻ്റെതാണ്. ഈ 5 വർഷം കഴിയുമ്പോൾ പിന്നെ അവൻ പട്ടിയുടെ അടുത്ത് പോയി. അപ്പോൾ ഏകദേശം ഒരു 10-15 വയസ്സായി പട്ടിയുടെ സ്വഭാവം ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടുമ്പോൾ. ഈ 15 വയസ്സിന് പറഞ്ഞാൽ അവരുടെ ഏകദേശം ഒരു 9-10 ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. ആ സമയത്ത് സ്കൂളില്ലാത്ത സമയത്ത് കളിക്കാൻ പോകും. ഒരു സ്ഥലത്ത് ഓടും, അവിടെ ആളില്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഓടും, അവിടെ ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഓടും. കാരണം അവന് കിട്ടിയിരിക്കുന്ന പട്ടിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് പട്ടി ഓടിക്കൊണ്ടേയിരിക്കും, അതിന് നിൽക്കാൻ സമയമില്ല. അതാണ് ഈ 15 വയസ്സെന്ന് പറയുമ്പോൾ പട്ടിയുടെ സ്വഭാവമാണ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ പട്ടിയുടെ സ്വഭാവം അവസാനിക്കാൻ പോകുന്ന സമയം കാലഘട്ടത്തിൽ കുതിരയുടെ അടുത്ത് പോയി പറയാം, എനിക്ക് നിന്റെ ആയുസിൻ്റെ ഒരു ഭാഗം തരണം. അങ്ങനെ കുതിര 20 വർഷം കൊടുക്കുന്നു. കുതിര 20 വർഷം കൊടുക്കുന്ന സമയത്ത് അവൻ ആ സമയത്ത് ഹോഴ്സ് പവറാണ്. നമ്മുടെ മോട്ടറിലൊക്കെ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഫുൾ പവറായിരുന്നു. ആ സമയത്തായിരിക്കും അവൻ എല്ലാ സ്പോർട്സ് രംഗങ്ങളിലും നല്ല പവർഫുള്ളായിരിക്കും. ആ 20 വർഷം, അതായത് ഒരു 35 വയസ്സ് വരെ ഹോഴ്സ് പവറിൽ അങ്ങനെ പോകും. പിന്നെ ആ സമയം കാലാവധി തീരാൻ പോകുന്ന സമയത്ത് ആനയുടെ അടുത്ത് പോവുകയാണ്. ആനയോട് പറയാൻ നിന്റെ ആയുസിൻ്റെ ഒരു ഭാഗം തരണം. ആന ഒരു 20 വയസ്സ് കൊടുക്കുന്നു. അപ്പോൾ 35ഉം 20ഉം 55 വയസ്സാണ്. ഈ 55 വയസ്സ് സമയങ്ങളിലാണ് ഇവന്റെ പ്രാരബ്ധങ്ങളുടെ തുടക്കം എല്ലാം വരുന്നത്. അവസാനിക്കുന്നതും 55നാണ്. 35 തുടങ്ങി 55 അവസാനിക്കും. ആന വലിക്കുന്നത് പോലെയാണ് ഭാരം. കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും, വീട് വെക്കും, വീടിന്റെ ചുമതലയായി ഇല്ലാതെ ഭാരം എല്ലാം വലിക്കും. ആന വലിക്കുന്ന പോലെ 55 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം റിട്ടയർഡായി. പിന്നെ വീണ്ടും കഴുതയിലെടുത്ത് പോവുകയാണ്. കഴുതയോട് പറയാം, നിന്റെ ആയുസിന്റെ ഒരു ഭാഗം എനിക്ക് തരുന്നത്. കഴുത 10 വർഷം കൊടുക്കുകയാണ്. ആ സമയത്തും ഭാരം വലിക്കുകയാണ്. പക്ഷെ ആന വലിക്കുന്നത് പോലെയുള്ള ഭാരം വലിയ ഭാരമല്ല, ചെറിയ ഭാരങ്ങൾ റിട്ടയർഡായി കൊടുത്തിരിക്കുന്ന സമയത്ത്. അങ്ങനെ കഴുത കൊടുത്ത് അതിന്റെ കാലാവധി തീരുന്ന സമയത്ത്, ആയുസ് കാലാവധി തീരുന്ന സമയത്ത് വീണ്ടും പട്ടിയോട് പറയാം, നീയാണ് എനിക്ക് ഏറ്റവും കുറച്ച് തന്നത്, അതുകൊണ്ട് 5 വയസ്സ് മുതൽ നീ കൂടുതൽ തരണം. അങ്ങനെ റിട്ടയർഡായിട്ട് വീട്ടിൽ ഒരു 55-60 വയസ്സായി. അപ്പൊ കെട്ടിയോട് പറയും, ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, വീട്ടിൽ നിന്ന് എവിടെയും പോകരുത്, ഞാൻ വരുന്നവരെ വീട്ടിൽ നിന്ന് കാവലായിട്ട് ഇവിടെ നിന്നോളണം. കാരണം വേറെ ഗതിയില്ല, പട്ടിയുടെ സ്വഭാവ. അത് കഴിഞ്ഞ് വീണ്ടും 5 വർഷം കഴിഞ്ഞ് കാലാവധി പൂർത്തിയാവാനാകുമ്പോൾ മൂങ്ങേരടുത്ത് പോവുകയാണ്. അപ്പോഴേക്ക് ഏകദേശം ഒരു 70-80 വയസ്സിന് ബിറ്റ്വീൻ ഉണ്ടാവും. അപ്പോൾ വയസ്സായി തളർന്നു, ക്ഷീണം, ശരീരത്തിന് അസുഖം ബാധിച്ചു, എല്ലാം ബാധിച്ചിട്ടാകുമ്പോൾ കെട്ടിയോട് ചോദിക്കും, എന്താ ഭക്ഷണം വേണോ? മറന്നു വേണം. കാരണം മൂങ്ങേരുടെ സ്വഭാവമാണ്. ഏകദേശം അതോടുകൂടിയ നമ്മുടെ ഒരു മനുഷ്യന്റെ കാലാവധി തീരുകയാണ്. അതാണ് ഓരോരോ ജീവികളുടെയും ആയുസിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതം ബിൽഡ് ചെയ്തിട്ടെടുക്കുന്നത്. ഓക്കെ, ബൈ.